പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 13, തിരുവചനങ്ങൾ 1 മുതൽ 9 വരെ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 കിരീടങ്ങളും തലകളിൽ ദൈവദൂഷണപരമായൊരു നാവും ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെപ്പോലെ ഇരുന്നു. അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെ, വായ സിംഹത്തിൻ്റേതുപോലെയും. സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി. എങ്കിലും മരണകരമായ മുറിവ് സുഖമാക്കപ്പെട്ടു. ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയതിന് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു: ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരവും ലഭിച്ചു. വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. തടവിലാക്കപ്പെടേണ്ടവൻ തടവിലേക്ക് പോകുന്നു. വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിന് ഇരയാകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. 12ാമത്തെ അധ്യായത്തിൽ സ്ത്രീയും സർപ്പവും എന്ന 2 അടയാളങ്ങൾ നമ്മൾ കണ്ടു. സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ട അടയാളമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചത്. ദൈവജനത്തിൻ്റെ പ്രതീകമാണ് സ്ത്രീയെന്നും ആ ദൈവജനത്തിൻ്റെ തന്നെ അഥവാ സഭയുടെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രതീകമായും അതിനെ കാണാമെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. സ്ത്രീ പ്രസവിക്കുന്ന ശിശുവിനെ വിഴുങ്ങാനായി കാത്തുനിന്ന സർപ്പത്തിനത് സാധിച്ചില്ല. അതിനുശേഷം സ്ത്രീ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. അവിടെ ആ സ്ത്രീക്കെതിരെ യുദ്ധത്തിനായി സർപ്പം വരുന്നതായി നമ്മൾ കണ്ടു 12ാമത്തെ അധ്യായത്തിൽ. 13ാമത്തെ അധ്യായത്തിൽ മറ്റ് 2 ദൃശ്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, കരയിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു മൃഗം. ആദ്യത്തെ മൃഗത്തെക്കുറിച്ചുള്ള വായനയാണ് നമ്മളിപ്പോൾ കേട്ടത്. 13ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മൃഗത്തിൻ്റെ സവിശേഷതകൾ പലതും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 7ാമത്തെ അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അതിൽ നിന്ന് ഈ ദർശനത്തിന് കിട്ടുന്ന സ്വാധീനം എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദാനിയേലിൻ്റെ പുസ്തകം 7ാം അധ്യായം 2 മുതൽ 8 വരെ. ദാനിയേൽ പറഞ്ഞു: ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കി മറിയിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. അവ വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെപ്പോലെ ആയിരുന്നു ആദ്യത്തേത്. അതിന് കഴുകൻ്റെ ചിറകുകളുണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെപ്പോലെ 2 കാലിൽ നിർത്തി. മനുഷ്യൻ്റെ മനസ്സും അതിന് നൽകപ്പെട്ടു. ഇതാ 2ാമത്തേത് കരടിയെപ്പോലെ മറ്റൊരു മൃഗം. അതിൻ്റെ ഒരു വശം ഉയർത്തപ്പെട്ടു. അത് 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു: ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുകളുള്ള പുള്ളിപ്പുലിയെപ്പോലെ വേറൊരു മൃഗം. അതിന് 4 തലകളുണ്ടായിരുന്നു. ആധിപത്യം അതിന് നൽകപ്പെട്ടു. ഇതിനുശേഷം നിശാദർശനത്തിൽ ഇതാ ഘോരനും ഭയങ്കരനും അതിശക്തനുമായ 4ാമത്തെ മൃഗം. അതിന് വലിയ ഉരുക്കുപല്ലുകളുണ്ടായിരുന്നു. അത് വിഴുങ്ങുകയും കഷ്ണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളത് കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. മുമ്പേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അതിന് 10 കൊമ്പുകളുണ്ടായിരുന്നു. ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ മുളച്ചു വരുന്നു. അതിൻ്റെ വരവോടെ ആദ്യത്തേതിൽ 3 എണ്ണം വേരോടെ പിഴുതുമാറ്റപ്പെട്ടു. ഇതാ ഈ കൊമ്പിൽ മനുഷ്യൻ്റേതുപോലുള്ള കണ്ണുകളും വമ്പു പറയുന്ന ഒരു വായും. 4 ഭീകരമൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നു. ഈ 4 ഭീകരമൃഗങ്ങൾ മധ്യപൗരസ് ദേശത്ത് അധികാരം ഉറപ്പിച്ചിരുന്ന ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്ന 4 സാമ്രാജ്യ ശക്തികളാണെന്ന് ദാനിയേൽ തന്നെ പിന്നീട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്രാജ്യ ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്ന മൃഗങ്ങളായിട്ടാണ് ഇവയെ കാണുക. അപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ കാണുന്ന സിംഹവും പുള്ളിപ്പുലിയും കരടിയും എല്ലാം ഒറ്റ മൃഗത്തിൽ കേന്ദ്രീകരിക്കുന്നതായി വെളിപാട് പുസ്തക ഗ്രന്ഥകാരൻ പറയുന്നു.
ഇപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നെടുത്ത മൃഗങ്ങളെക്കുറിച്ചുള്ള വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് എല്ലാ സാമ്രാജ്യങ്ങളുടെയും ശക്തിയും എല്ലാ സാമ്രാജ്യങ്ങളുടെയും ഭീകരതയും ഒരു മൃഗത്തിൽ ചേർത്തുകൊണ്ട് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 7 തലയും 10 കൊമ്പും ഉള്ള മൃഗം. ആ 7 തലയും 10 കൊമ്പുമുള്ള മൃഗം എന്താണ് ഇതിൻ്റെ ഉദ്ദേശ്യമെന്ന് സാവകാശം വെളിപ്പെടുത്തി തരും. 13-ാമത്തെ അധ്യായത്തിലും 17-ാമത്തെ അധ്യായത്തിലും ഈ മൃഗത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 11-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈ മൃഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി. കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം. കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സാമ്രാജ്യമാണ്. കടലിൻ്റെ മേൽ അല്ലെങ്കിൽ കടലിലൂടെ യാത്ര ചെയ്ത് ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു വലിയ സാമ്രാജ്യം. സമുദ്രം ജനതകളുടെ ഒരു പ്രതീകമാണെന്ന് പിന്നീട് നമ്മൾ കാണും. അപ്പോൾ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്നത് കടലിൻ്റെ മേൽ ആധിപത്യമുള്ള ഒരു സാമ്രാജ്യ ശക്തിയാണ്. ആ സാമ്രാജ്യ ശക്തി ഏതാണെന്ന് സാവകാശമാണ് വെളിപ്പെടുക. ഈ സാമ്രാജ്യ ശക്തി സർപ്പത്തിൻ്റെ അഥവാ സാത്താൻ്റെ ഒരു ഉപകരണമായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. സാമ്രാജ്യ ശക്തി ഭീകരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ക്രൂരമൃഗമായിട്ട് അവതരിപ്പിക്കുക. എല്ലാം ഇടിച്ചു തകർക്കുകയും നശിപ്പിക്കുകയും പുതിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന മൃഗീയമായ ഒരു ആധിപത്യ ശക്തിയെ സൂചിപ്പിക്കാൻ മൃഗം എന്നതിന് പറയുന്നു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 കിരീടങ്ങളും ഉണ്ടായിരുന്നു. ഈ 7 തല 7 രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു എന്നാണ് പൊതുവെ കരുതുന്നത്. ആരായിരുന്നു ഈ രാജാക്കന്മാർ? ഈ സാമ്രാജ്യം റോമാ സാമ്രാജ്യമാണെങ്കിൽ റോമിനെ ഭരിച്ച 7 രാജാക്കന്മാരെയാണ് 7 തലകൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയാം. 3-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ തലകളിൽ ഒന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി, എങ്കിലും മരണകരമായ ആ മുറിവ് സുഖമാക്കപ്പെട്ടു. മാരകമായി മുറിവേൽക്കുകയും ആ മുറിവ് സുഖമാക്കപ്പെടുകയും ചെയ്ത ഒരു തല ഒരു രാജാവിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പൊതുവെ കരുതുക. ആരാണ് ഈ രാജാവ്, അല്ലെങ്കിൽ ആരാണ് ഈ 7 രാജാക്കന്മാർ? ഗ്രന്ഥകാരൻ്റെ കാലത്ത് റോമിനെ ഭരിച്ചിരുന്ന, അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം തുടക്കം മുതൽ റോമിനെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പട്ടികയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ റോമ സാമ്രാജ്യം ഒരു സാമ്രാജ്യമായി തീർന്നത് വാസ്തവത്തിൽ അഗസ്റ്റസ് സീസറിൻ്റെ കാലത്താണ്. അഗസ്റ്റസ് സീസറിന് ശേഷമാണ് യേശുവിൻ്റെ മരണവും ദൈവരാജ്യ സ്ഥാപനവും ഉണ്ടാവുക. അതുകൊണ്ട് ഈ 7 രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ തിബേരിയൂസ്, യേശുവിൻ്റെ മരണം തിബേരിയൂസ് സീസറിൻ്റെ ഭരണകാലത്തായിരുന്നു. അപ്പോൾ തിബേരിയൂസ് മുതലുള്ള 7 രാജാക്കന്മാരെയാണ് ഇവിടെ 7 തലകളായി ചിത്രീകരിക്കുന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. തിബേരിയൂസ് AD 14 മുതൽ 32 വരെയാണ് ഭരിച്ചത്. തിബേരിയൂസിന് ശേഷം വന്ന കലിഗുള 32 മുതൽ 41 വരെ. കലിഗുളയ്ക്ക് ശേഷം ക്ലൗദിയൂസ് 41 മുതൽ 54 വരെ. നീറോ 51 മുതൽ 58 വരെ. നീറോയ്ക്ക് ശേഷം വലിയൊരു കലാപമുണ്ടായി. അവിടെ 3 സൈന്യാധിപന്മാർ ഒന്നിനു പിറകെ ഒന്നായി രാജാക്കന്മാരാവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു ആഭ്യന്തര കലാപം റോമിലുണ്ടായി 68-69 കാലഘട്ടത്തിൽ. ഈ ആഭ്യന്തര കലാപത്തിന് അറുതി വരുത്തി റോമിൽ വീണ്ടും സമാധാനം സ്ഥാപിച്ചത് വെസ്പസിയാനാണ്. വെസ്പസിയാൻ 10 കൊല്ലം ഭരിച്ചു, 69 മുതൽ 79 വരെ. അദ്ദേഹത്തിൻ്റെ മകൻ ടൈറ്റസ് 70 മുതൽ 81 വരെയുള്ള കാലഘട്ടം. ടൈറ്റസിൻ്റെ മകനാണ് ഡൊമീഷ്യൻ 81 മുതൽ 96 വരെ. അങ്ങനെ തിബേരിയോസ് മുതൽ ഡൊമീഷ്യൻ വരെ 7 രാജാക്കന്മാരുണ്ട്. അപ്പോഴേ ഈ ഡൊമീഷ്യൻ്റെ ഭരണകാലത്താണ് വെളിപാട് പുസ്തകം രചിക്കപ്പെട്ടത് എന്ന് നമ്മൾ ആരംഭത്തിൽ കണ്ടുവച്ചിരുന്നു. ഡൊമീഷ്യനാണ് ഏറ്റവും ക്രൂരമായ മതപീഡനം സഭയ്ക്കെതിരെ അഴിച്ചുവിട്ടത്. നീറോ മതപീഡനം ആരംഭിച്ചു. മതപീഡനത്തിന് കാരണമായി ഒരു നിയമവും അദ്ദേഹം ഉണ്ടാക്കി. ക്രിസ്ത്യാനിയായിരിക്കുന്നു കുറ്റകരമാണ് എന്ന നിയമം മാരകമായ ശിക്ഷ കുറ്റകരമായി കണക്കാക്കുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്ത ഒരു കുറ്റമായിരുന്നു ക്രിസ്ത്യാനിയായിരിക്കുക. അതിനുശേഷം വന്ന വെസ്പസിയാനും ടൈറ്റസും ആ നിയമം നടപ്പിലാക്കിയില്ല. പക്ഷേ ഡൊമീഷ്യൻ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുകയും അത് അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ 7 തലകൾ എന്ന് പറയുന്നത് ഈ 7 രാജാക്കന്മാരെ ഉദ്ദേശിച്ചാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ഇതിൽ ഒരു തലയ്ക്ക് മാരകമായി മുറിവേറ്റു, എങ്കിലും മരണകരമായ മുറിവിൽ നിന്ന് സുഖമാക്കപ്പെട്ടു. ഇത് നീറോയെക്കുറിച്ചുള്ള പരാമർശമാണെന്നാണ് പൊതുവെ ബൈബിൾ വ്യാഖ്യാതാക്കൾ കരുതുന്നത്. നീറോ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. നീറോയ്ക്കെതിരെ വലിയ എതിർപ്പുകളുണ്ടായി. ഒരു വലിയ കലാപം തന്നെ ഉണ്ടായി നീറോയുടെ മരണത്തിന് ശേഷം. നീറോ ഈ കലാപത്തിനിടയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ നീറോ മരിച്ചെങ്കിലും മരിച്ചില്ല എന്നും അദ്ദേഹം ഒളിച്ചോടുകയാണ്. കിഴക്ക് യൂഫ്രട്ടീസ് നദിയുടെ കിഴക്ക് പാർഥിയക്കാരുടെ കൂടെ കൂടിയെന്നും അവിടുന്ന് പാർഥിയൻ സൈന്യവുമായി നീറോ റോമിനെ ആക്രമിക്കാനായിട്ട് മടങ്ങി വരുമെന്നും ഒരു വലിയ ഐതിഹ്യം
റോമക്കാരുടെ പ്രചാരത്തിലിരുന്നു. റോമക്കാർക്ക് ഭയമായിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോഴിങ്ങനെ മാരകമായി മുറിവേറ്റെങ്കിൽ അത് സുഖപ്പെട്ടു എന്ന് പറയുന്നത് ഒരുപക്ഷെ മരിച്ചു എന്ന് കരുതുന്ന നീറോ മരിക്കാതെ മടങ്ങി വന്നു എന്നതിനെക്കുറിച്ചുള്ള സൂചനയായിരിക്കാം. ഒരുപക്ഷെ മറ്റൊന്നായിരിക്കാം. പലതരം ആഭ്യന്തര കലാപങ്ങളും ശത്രുക്കളുടെ എതിർപ്പുകളും ഉണ്ടായിട്ടും ഈ റോമാ സാമ്രാജ്യം വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ച് പുനർജനിക്കുന്നത് പോലെ വീണ്ടും വരുന്നതിനെക്കുറിച്ചുള്ള സൂചനയുമാവാം. സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ചിത്രീകരണമാവാം. ഇനി 4-ാമത്തെ വാക്യത്തിൽ മൃഗത്തിന് എങ്കിലും മരണകരമായ മുറിവ് സുഖമാക്കപ്പെട്ടു, ഭൂമി മുഴുവൻ ആ മൃഗത്തെ ആശ്ചര്യപ്പെട്ടു. ഇപ്പോൾ റോമിൻ്റെ ഈ വലിയ തിരിച്ചുവരവ്, ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ്, നമുക്കറിയാം ജൂലിയസ് സീസറിൻ്റെ വധത്തിന് ശേഷം ദീർഘകാലം ആഭ്യന്തര കലാപങ്ങളുണ്ടായി. ആഭ്യന്തര കലാപങ്ങൾക്കെല്ലാം അറുതി വരുത്തിയത് ഒക്ടേവിയൻ അറിയപ്പെടുന്ന, പിന്നീട് സീസർ അഗസ്റ്റസ് അറിയപ്പെടുന്ന ഒക്ടേവിയനാണ്. പിന്നെ വീണ്ടും ഉണ്ടായ ആഭ്യന്തര കലാപങ്ങൾ. ഇങ്ങനെ ആഭ്യന്തര കലാപങ്ങളെയും പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെയും ഒക്കെ അതിജീവിക്കാനുള്ള ഈ റോമിൻ്റെ ശക്തിയെ, സാമ്രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ജനങ്ങൾ ആശ്ചര്യപ്പെടുന്നത്. മൃഗത്തിന് അധികാരം നൽകുന്നത് നിമിത്തം അവർ സർപ്പത്തെയും ആരാധിച്ചു. ഇപ്പോൾ ഒരു ആരാധന, ദൈവത്തിന് മാത്രം നൽകേണ്ട ആരാധന ഇവിടെ സർപ്പത്തിനും മൃഗത്തിനും. സർപ്പം സാത്താനാണ്, തിന്മയുടെ ശക്തിയാണ്. അപ്പോൾ ഈ മൃഗത്തെ അഥവാ സാമ്രാജ്യ ശക്തിയെ ഒരു പൈശാചിക ശക്തിയായി, പിശാചിൻ്റെ ഉപകരണമായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഇത് വിശുദ്ധരെ വധിക്കുകയും സഭയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ക്രിസ്തുവിൻ്റെ നാമം തന്നെ തുടച്ചു നീക്കാനുള്ള ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ എതിർ ശക്തിയായ അന്ത്യക്രിസ്തുവെന്നോ അല്ലെങ്കിൽ സാത്താനെന്നോ വിശേഷിപ്പിക്കുന്ന ശക്തിയാണ്. ഈ മൃഗത്തെ പോലെ ആരുണ്ട്, ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഈ മൃഗത്തിന് ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായ നൽകപ്പെട്ടു. ദാനിയേലിൻ്റെ ദർശനത്തിലെ 4-ാമത്തെ മൃഗത്തിന് ഉണ്ടായ 10 കൊമ്പുകളിൽ നിന്ന് വന്ന ചെറിയൊരു കൊമ്പ് അന്തിയോക്കസ് 4-ാമൻ എപ്പിഫാനസ് എന്നറിയപ്പെടുന്ന രാജാവിനെ കുറിച്ചാണ് സൂചിപ്പിക്കുക. അയാൾക്ക് ഒരു വലിയ വമ്പ് പറയുന്ന നാവുണ്ടായിരുന്നെന്ന് പറയാൻ കാരണം, വമ്പ് പറയുന്നത് ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെടുകയാണ്. അന്തിയോക്കസ് ആണ് ആദ്യമായിട്ട് താൻ ദൈവമാണെന്ന് അവകാശപ്പെടുകയും തന്നെ ദൈവമായി ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അതേ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഡൊമീഷ്യൻ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വമ്പ് പറയുന്ന ഒരു വായ നൽകപ്പെട്ടു എന്ന് പറയുന്നത്. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. ഈ 42 മാസം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 42 മാസം അഥവാ 1260 ദിവസം അഥവാ 3.5 വർഷം എല്ലാം ഒരേ കാലഘട്ടത്തെയാണ്, പീഡനത്തിൻ്റെ ദീർഘമായ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഈ 42 മാസമാണ് നമ്മൾ ആദ്യം കണ്ട സ്ത്രീ മരുഭൂമിയിൽ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനം മുതൽ 2-ാം വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ 42 മാസം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പീഡനത്തിൻ്റെ കാലമാണ്. സഭയെ പീഡിപ്പിക്കാൻ, വിശ്വാസികളെ വിശ്വാസത്യാഗത്തിന് പ്രേരിപ്പിക്കാൻ, ദൈവത്തിൽ നിന്ന് അകറ്റാൻ ഉള്ള ശക്തമായ ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത്. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അവൻ വായ തുറന്നു. ദൈവത്തെ നിഷേധിക്കുകയും താൻ ദൈവമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ദൂഷണം പറയുന്ന വായ. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദൂഷിച്ചു പറഞ്ഞു. ഇപ്പോൾ ദൈവനിഷേധം ആണ്, ദൈവദൂഷണമാണ് ഈ മൃഗത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ സാത്താനെ ആരാധിക്കുന്നവർ സാത്താൻ്റെ പിണിയാളുകളായി ഈ സാമ്രാജ്യ ശക്തിയെയും അവതരിപ്പിക്കുന്നു. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരം ലഭിച്ചു. അപ്പോൾ ഈ പൈശാചിക ശക്തി ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ഭൂമിയുടെ ഒരു കോണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഭൂമി മുഴുവനും വ്യാപിക്കുന്നു. ഈ ഭൂമി മുഴുവനും സാത്താൻ്റെ ആധിപത്യത്തിന് കീഴിലാണ് എന്ന ഒരു ചിന്ത പുതിയ നിയമത്തിൽ നമ്മൾ കാണും. എല്ലാ ശക്തികളുടെയും മേൽ, മനുഷ്യൻ്റെ മുഴുവനും മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ശക്തനായൊരുവൻ, വീട് മുഴുവനും കൈയടക്കി വെച്ചിരിക്കുന്ന ശക്തൻ, ആ ശക്തനെ ബന്ധിച്ചുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരിക. സാത്താൻ്റെ പരാജയം യേശുവിൻ്റെ വരവോടുകൂടി ആരംഭിക്കുന്നു. എന്നാലും എല്ലാ ജനതകളിലും പെട്ടവർ ഈ തിന്മയുടെ ശക്തിയെ ആരാധിക്കുന്നതായിട്ട് കാണും. ആരാണ്? 8-ാമത്തെ വാക്യത്തിൽ പറയും, വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവ്വരും അതിനെ ആരാധിക്കും. 2 ഭാഗമായി തിരിയുകയാണ്. യേശുവിനോട് കൂടി നിൽക്കുന്ന വിശ്വാസികൾ ഏകദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ, മറുഭാഗത്ത് ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് സാത്താനെയും സാമ്രാജ്യത്തെയും ഭൗതിക ശക്തികളെയും ആരാധിക്കുന്ന മറ്റൊന്ന്. ഇങ്ങനെ 2 ചേരികളായി തിരിയുമ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെയാണ് വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെട്ടവരായി കാണുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് 20-ാമത്തെ അധ്യായത്തിൽ കാണും ജീവഗ്രന്ഥത്തെക്കുറിച്ചുള്ള പേര്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർ, ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയും
ഏകദൈവത്തെ ആരാധിക്കുകയും ആ ദൈവത്തിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നവർ ഒഴികെ ബാക്കി എല്ലാവരും ഈ മൃഗത്തെ ആരാധിക്കും എന്നാണ് പറയുക. തടവിലാക്കപ്പെടേണ്ടവർ തടവിലേക്ക് പോകുന്നു, വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിന് ഇരയാവണം. ആവശ്യമായ അറിവുകളെല്ലാം നൽകി ഏതാണ് സത്യദൈവം, എന്താണ് സത്യവിശ്വാസം, എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ആരാധന എന്നെല്ലാം മനസ്സിലാക്കിയതിനു ശേഷവും ആ ദൈവത്തെ തിരസ്കരിച്ച് സാത്താനെ ആരാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് സംഭവിക്കാൻ പോകുന്നത് തടവും നാശവുമായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. പിടിച്ചു നിൽക്കാൻ കഴിയണം. ഭൗതികമായ ശക്തികൾ, അധികാരങ്ങൾ, ആയുധങ്ങൾ എല്ലാം ദൈവനിഷേധികളുടെ കയ്യിലാവും. ദൈവത്തെ ആരാധിക്കുകയും യേശുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവർ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇവിടെ ഉറച്ചു നിൽക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഈ 9-10 വാക്യങ്ങളിൽ നമുക്ക് നൽകുന്നത്. ഇനി രണ്ടാമത്തെ മൃഗത്തെക്കുറിച്ച് 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഭൂമിക്ക് അടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്നത്, ആദ്യത്തേത് കടലിൻ്റെ മേൽ ആധിപത്യമുള്ള കടലിൽ നിന്ന് കയറി വരുന്ന മൃഗമാണ്. റോമാ സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് പറയുമ്പോൾ ഈ സാമ്രാജ്യ ശക്തി അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നത് പ്രാദേശിക സർക്കാർ ഭരണകൂടങ്ങളിലൂടെയാണ്. അവിടെ പ്രോവിൻസുകളുണ്ട്, ഗവർണർമാരുണ്ട്. അപ്പോഴേ ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മൃഗം ഈ കടലിൽ നിന്ന് കയറി വന്ന മൃഗത്തിൻ്റെ ഒരു പിണിയാളായി, സഹകാരിയായി ചിത്രീകരിക്കപ്പെടുന്നു. അതേസമയം 2 മൃഗങ്ങളും സാത്താൻ്റെ ഉപകരണങ്ങളാണ് താനും. അതിന് കുഞ്ഞാടിൻ്റേതുപോലുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. ഈ മൃഗങ്ങൾ രണ്ടും, സർപ്പവും അതുപോലെ തന്നെ 2 മൃഗങ്ങളും കുഞ്ഞാടിൻ്റെ ഒരു പാരഡിയായി, ഒരു പ്രതിരൂപമായി, ഒരു ആൻറ്റി ടൈപ്പായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അതിൽ നിന്ന് വരുന്നത് തിന്മയാണ്, അതിൽ നിന്ന് വരുന്നത് നുണയുമാണ്. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിന് മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. പ്രേരിപ്പിക്കുക മാത്രമല്ല, നിർബന്ധിക്കുകയാണ്, നിയമമാക്കുക. രാജാവിനെ ദൈവമായി ആരാധിക്കാനുള്ള പ്രേരണ മാത്രമല്ല, അതൊരു നിയമമായി കൊണ്ടുവരികയും ആ നിയമം അനുസരിക്കാത്തവരെ പീഡിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ രണ്ടാമത്തെ മൃഗം, അതിനെ വ്യാജപ്രവാചകൻ എന്ന് പിന്നീട് വിളിക്കും. ആ മൃഗം റോമിൻ്റെ പ്രാദേശിക ഭരണകൂടങ്ങളായി അല്ലെങ്കിൽ സാമന്ത രാജാക്കന്മാരായി ചിത്രീകരിക്കപ്പെടുന്നു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു. അത് 11-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതായിരുന്നു. 2 സാക്ഷികൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് അഗ്നി ഇറക്കുന്നതായിട്ട്. ഇവിടെ എല്ലാത്തരം അത്ഭുതങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ അന്ധവിശ്വാസത്തിലേക്ക് അഥവാ തെറ്റായ വിശ്വാസത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മൃഗമാണ് ഇവിടെ. അവനെ വ്യാജപ്രവാചകൻ എന്നും വിശേഷിപ്പിക്കുന്നു. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴി തെറ്റിച്ചു. സത്യവിശ്വാസത്തിൽ നിന്ന്, ദൈവോന്മുഖമായ ജീവിതത്തിൽ നിന്ന്, ധാർമ്മിക ജീവിതത്തിൽ നിന്ന് വഴി തെറ്റിക്കുക, ഇതാണ് മൃഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ. വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടി ആയിരുന്നു അത്. എങ്ങനെയാണ് പ്രതിമ സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ടാവാം. ചിലർക്ക് വാ കൊണ്ടല്ലാതെ തന്നെ സംസാരിക്കാൻ, വാ തുറക്കാതെ തന്നെ ശബ്ദം പുറപ്പെടുവിക്കാനും ആ ശബ്ദത്തിന് വ്യാഖ്യാനം കൊടുക്കാനും സാധിക്കും. വെൻട്രിലോക്വിസം എന്ന് പറയും. വയറ്റിൽ നിന്ന് വരുന്ന തന്നെ ചില ശബ്ദങ്ങൾ ഭാഷയായി ചിത്രീകരിക്കാനും അതിനെ വ്യാഖ്യാനിക്കാനുമുള്ള കഴിവ്. അപ്പോഴേ ചില മാന്ത്രിക ശക്തികൾ അല്ലെങ്കിൽ മാജിക്കുകൾ വഴി മൃഗത്തിന് സംസാരശക്തിയുണ്ട് അല്ലെങ്കിൽ പ്രതിമയ്ക്ക് സംസാരശക്തിയുണ്ടെന്ന് സൂചിപ്പിക്കുകയും അങ്ങനെ മറ്റുള്ളവരെ അതിനെ ആരാധിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തെറ്റായ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങളിലൂടെ സാമ്രാജ്യത്തെ ദൈവമായി ആരാധിക്കാനുള്ള പ്രേരണയാണ് ഈ രണ്ടാമത്തെ മൃഗം കൊടുക്കുന്നത്. ചെറിയവരും വലിയവരും, ധനികരും ദരിദ്രരും, സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്തു കൈയിലോ നെറ്റിയിലോ മുദ്ര കുത്തണമെന്ന് അത് നിർബന്ധിച്ചു. എന്താണ് മുദ്ര കുത്തേണ്ടത്? മൃഗത്തിൻ്റെ നാമമോ നാമത്തിൻ്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇവിടെയാണ് ജ്ഞാനം ആവശ്യമുള്ളത്. ഇനി പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഗ്രന്ഥകാരൻ തന്നെ പറയുകയാണ്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. ആ സംഖ്യ 666.
ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും ദുർവ്യാഖ്യാനങ്ങൾക്കും ഇടയായിട്ടുള്ളൊരു വാക്യമാണിത് 666. ഇതിനെക്കുറിച്ച് ആദ്യമേ ഓർത്തിരിക്കേണ്ടത് ഹീബ്രു ഭാഷയിൽ അക്കങ്ങൾ ഉപയോഗിക്കാറില്ല, അക്കങ്ങൾക്ക് പകരം അക്ഷരങ്ങളാണ് എഴുതുക. അപ്പോൾ അക്ഷരങ്ങൾ അക്കങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ പല അക്കങ്ങൾ അല്ലെങ്കിൽ പല സംഖ്യകൾ എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകാം. ഇങ്ങനെ 666 എന്ന സംഖ്യ കിട്ടാൻ ഏതെല്ലാം അക്കങ്ങളാണ്, ഏതെല്ലാം അക്ഷരങ്ങളാണ് എഴുതുന്നതിനെക്കുറിച്ച് തർക്കമുണ്ട്. പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാറുണ്ടായി. ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് നീറോ സീസർ എന്ന വാക്ക് ഹീബ്രു ഭാഷയിൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരങ്ങളുടെ സംഖ്യ കൂട്ടി നോക്കിയാൽ 666 എന്ന് കിട്ടും. അതുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ മതപീഡനം അഴിച്ചുവിട്ട നീറോയാണ് ഇവിടെ മൃഗമായിട്ട് കണക്കാക്കപ്പെടുന്നതെന്നും അത് സാമ്രാജ്യത്തിൻ്റെ പേരാണെന്നും അല്ലെങ്കിൽ രാജാവിൻ്റെ പേരാണെന്നും ഒരു സൂചനയുണ്ട്. ഈ മൃഗത്തിൻ്റെ സംഖ്യ അല്ലെങ്കിൽ പേര് നെറ്റിയിലോ കയ്യിലോ മുദ്ര കുത്തണമെന്ന് പറയുന്നത് അവർ ഈ മൃഗത്തെ ആരാധിക്കുന്നു, രാജാവിനെ ആരാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തൊരു നിയമം ഉണ്ടായിരുന്നു. ആണ്ടുവട്ടത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ പൗരന്മാരും രാജാവിൻ്റെ പ്രതിമയുടെ മുമ്പിൽ ധൂപം അർപ്പിക്കുകയും എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് ഏറ്റുപറയുകയും ചെയ്യണം. ഇങ്ങനെ ധൂപം അർപ്പിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരുടെ നെറ്റിയിലും കയ്യിലും മുദ്ര കുത്തുമായിരുന്നു. അത് ഈ രാജാവിനെ ദൈവമായി അംഗീകരിച്ച് ആരാധിച്ചതിൻ്റെ അടയാളമായിരുന്നു. ഇപ്രകാരമുള്ള മുദ്ര കുത്താത്തവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ അവകാശമുണ്ട്. കൊടുക്കൽ വാങ്ങൽ അസാധ്യമാകുമ്പോൾ, ഒന്നും വിൽക്കാനോ വാങ്ങാനോ സാധിക്കാത്തപ്പോൾ ജീവിതം തന്നെ ബുദ്ധിമുട്ടാകും, പ്രയാസമാകും. അവ തടവിലാക്കപ്പെടും, വധിക്കപ്പെടും. ഇങ്ങനെ മൃഗത്തിൻ്റെ മുദ്ര കുത്തുന്നത് ദൈവത്തിന് പകരം അല്ലെങ്കിൽ രാജാവിനെ ദൈവമായി ആരാധിക്കുന്നതിൻ്റെ ഒരു അടയാളമായിരുന്നു. ഈ 666 ഒരു അർത്ഥം കൂടി ഉണ്ട് എന്നോർക്കുക. 6 എന്നത് പൂർണ്ണതയിൽ നിന്ന് 1 കുറഞ്ഞ്, പൂർണ്ണമായ സംഖ്യയിൽ നിന്ന് 7ൽ നിന്ന് 1 കുറഞ്ഞതാണ് 6. 6 അപൂർണതയുടെ സംഖ്യയാണ്. അതേസമയം 3 പൂർണ്ണതയുടെ സംഖ്യയും. അപ്പോൾ അപൂർണതയുടെ സംഖ്യ 3 തവണ ആവർത്തിക്കുമ്പോൾ അപൂർണതയുടെ പൂർണ്ണത എന്നതിനെക്കുറിച്ച് പറയാം. തിന്മയുടെ മൂർത്തിഭാവം, സാത്താൻ്റെ അവതാരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ സാമ്രാജ്യവും ദൈവനിഷേധകമായ സകല ശക്തികളും ഈ 666 എന്ന സംഖ്യയുടെ പിന്നിലുണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും കാലത്ത് ജീവിച്ചിരുന്ന പ്രത്യേക രാജാവിനെ അല്ലെങ്കിൽ പ്രത്യേക ശക്തിയെ മാത്രമല്ല, എല്ലാ ദൈവനിഷേധക ശക്തികളെയും ഒരുമിച്ച് കണക്കാക്കുന്നതാണ് ഈ 666 എന്ന സംഖ്യ എന്ന് കണക്കാക്കുന്നുണ്ട്. പലരും ഇതിനെ ചരിത്രത്തിലൂടെ കടന്നു വന്ന പല രാജാക്കന്മാരായി ചിത്രീകരിച്ചിട്ടുണ്ട്. അത് നീറോ മുതൽ ഹിറ്റ്ലർ വരെയുള്ള പല രാജാക്കന്മാരുടെയും പേരുകൾ പറയുന്നുണ്ട്. കത്തോലിക്ക വിരോധികളായവർ ഇത് മാർപ്പാപ്പായുടെ നമ്പറാണെന്ന് പറയുന്നവരുണ്ട്. ഇതിനൊന്നും അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ 666 തിന്മയുടെ സംഖ്യയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ദൈവവും ദൈവത്തോട് നിൽക്കുന്ന സഭയും ദൈവജനവും, മറുഭാഗത്ത് സാത്താനോട് ചേർന്ന് നിൽക്കുന്ന ദൈവ നിഷിദ്ധമായ ശക്തികളും. ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള സംഘട്ടനമാണ് ഈ വെളിപാട് പുസ്തകത്തിൻ്റെ മുഖ്യ പ്രമേയം. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുക. ഈ 666 എന്ന സംഖ്യ തിന്മയുടെ സംഖ്യയാണ്. ഈ തിന്മയോട് കൂട്ടിച്ചേരാത്തവർക്ക് ഭൂമിയിലെ ജീവിതം ക്ലേശകരമായിരിക്കും, കൊടുക്കൽ വാങ്ങാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ ഈ സംഖ്യ നെറ്റിയിലോ കയ്യിലോ മുദ്ര കുത്തുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോവുക? ഇവിടെ സുരക്ഷിതത്വത്തിന് വേണ്ടി തിന്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക്, ദൈവത്തെ നിഷേധിക്കുന്നവർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? അത് അടുത്ത അധ്യായത്തിൽ കാണും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയെ മാത്രം ദൈവമായി ആരാധിക്കാനും അങ്ങല്ലാത്ത ഒന്നിനെയും ദൈവമായി ആരാധിക്കാതിരിക്കാനും വെളിപാട് പുസ്തകത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. തിന്മയോട് കൂട്ടുചേരുന്നവർ തിന്മയ്ക്ക് അധീനരായിത്തീരും. ജീവൻ്റെ ഗ്രന്ഥത്തിൽ അവരുടെ പേരുണ്ടാവുകയില്ല, നിത്യനാശമായിരിക്കും അവർക്ക് ലഭിക്കുക. അതേസമയം കർത്താവെ, ഈ തിന്മയോട് ചേർന്ന് നിൽക്കാത്തവർക്ക് ഭൂമിയിൽ ഒരുപാട് ക്ലേശങ്ങളും സഹനങ്ങളും ഉണ്ടാകും എന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിച്ച് കുരിശുമെടുത്തിൻ്റെ പിന്നാലെ വരട്ടെ എന്നാണല്ലോ കർത്താവെ അങ്ങ് പറഞ്ഞിട്ടുള്ളത്. അങ്ങയോട് ചേർന്ന് നിൽക്കാൻ തിന്മയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കണമേ. ഭൗതികമായ പ്രലോഭനങ്ങളെ അതിജീവിക്കാനും പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അങ്ങയോട് പൂർണ്ണമായ വിശ്വസ്ത പാലിക്കാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.